ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഉണ്ട ഉണ്ടാക്കാം. അരിയുണ്ട പോലെ ഒരു ഉണ്ട. നമ്മളെ കപ്പലണ്ടി മുട്ടായി വെച്ചിട്ട് കപ്പലണ്ടി വെച്ചിട്ട് അണ്ടിപ്പിരിപ്പൊക്കെ വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കത്തില്ലേ, ഉണ്ട അവലോസ് ഉണ്ട പോലെ ഉണ്ടാക്കുന്നേ. നമ്മളെ എള്ളുണ്ട, അവലോസ് ഉണ്ട, പിന്നെ കപ്പലണ്ടി വെച്ചുണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ബദാം പരിപ്പ് ഉണ്ടോ. ബദാം പരിപ്പ് കഴുകുക, കുടുക്കലൊന്നുമില്ല. ബദാം പരിപ്പ് കഴുകി 3 വെള്ളത്തിൽ കഴുകും ഞാനെല്ലാം. ഓക്കെ, കഴുകിയിട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 3ാമത്തെ വെള്ളമാണിത് കേട്ടോ. 3ാമത്തെ വെള്ളം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇടാം. ഇച്ചിരി വെള്ളം ഇരുന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. വെള്ളമൊന്നും ഇല്ല ഇതിനകത്ത്, ഇപ്പോൾ കുതിർത്ത വെള്ളം മാത്രമേ ഉള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ഞാൻ പഞ്ചസാരയും ശർക്കരയൊന്നും ഇല്ല ചേർക്കുന്നത്. പനങ്കൽക്കണ്ട് എടുത്തുകൊണ്ട് വരട്ടെ, വെയിറ്റ് ചെയ്യൂ. പനങ്കൽക്കണ്ടൊക്കെ സ്റ്റോക്കാണ് കണ്ടോ. ഇതിനകത്ത് ഈ പനങ്കൽക്കണ്ട് ഇച്ചിരി കഴുകിയിട്ടങ്ങ് ഇടണം. പെട്ടെന്ന് കഴുകിയെടുക്കണം. മൊത്തത്തിൽ കഴുകിക്കൊണ്ടിരുന്നാലേ മധുരത്തിന് ആവശ്യമുള്ള മതി. എനിക്ക് ഇച്ചിരി മധുരം മതി. മൊത്തത്തിൽ കഴുകിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ അത് പനങ്കൽക്കണ്ട അലിഞ്ഞു പോവേ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാർ അങ്ങോട്ട് അടച്ചൊരു പൊടി പൊടിക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, ഇരിക്കുന്നുണ്ടോ? കപ്പലണ്ടിക്ക് പൊടിച്ചാണെങ്കിൽ ഇരിക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഇതിനെ എടുത്ത്, നല്ല കട്ടി കാണും കേട്ടോ, ഉണ്ടയൊക്കെ പിടിക്കാൻ പറ്റുന്ന കട്ടി കാണും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 5-6 പാത്രത്തിലാക്കണ്ടല്ലോ. എന്നിട്ട് നമുക്കിതാ ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ്ടോ, ഇതിന് നല്ല പശപ്പാണ്. ഇതിന് തുറന്നു, പിന്നെ നമ്മുടെ ഇതിൻ്റെ സ്കിന്നൊന്നും എടുത്ത് കളയണ്ട. അതാ അരിയുണ്ടേക്കാളും ഭയങ്കര, ഏത് എള്ളിനെ പോലെയൊക്കെ ഭയങ്കര ഔഷധ വീര്യമുള്ളതാണ്, ഭയങ്കര ഗുണമുള്ളതാണ്. ഞാനിതെല്ലാം ഉരുട്ടിയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങളവിടെ നിൽക്കില്ല, ഞാൻ ഉരുട്ടിക്കോളാം. നല്ല കട്ടിയാണേ ഉരുട്ടിയെടുക്കാനേ. നല്ല പശപ്പ് പോലിരിക്കും. പിന്നെ ആണെങ്കിലേ നമുക്ക് ഇച്ചിരി ഏലക്കാടെ അരിയില്ലേ, തൊലിയല്ല, തൊലി മാറ്റിയിട്ട്, കാടമം തൊലി മാറ്റിയിട്ട് നമുക്ക് അരിയിടാം. മൊത്തത്തിലൊന്നും പൊടിക്കണ്ട, ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒട്ടും. ഇതാ കണ്ടോ, ഇത് ഒരു ഇച്ചിരി എടുത്തോളൂ. ഉരുട്ടി മൊത്തം കാണിക്കാമേ. ഓക്കെ ഡിയേഴ്സ്, ഞാൻ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഇത്രയും കൂടെ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. പനങ്കൽക്കണ്ടും ബദാം പരിപ്പും കഴുകുക, മിക്സിയിലിട്ട് ടങ് 2 കറക്ക് ഇറക്കുക, പൊടിക്കുക. കണ്ടോ, ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഭക്ഷണം വേറെ ഇല്ല. ബദാം പരിപ്പ് ഇതിൻ്റെ കൂടെ ഈത്തപ്പഴം ഇട്ടടിച്ചു നോക്കിയാലും നല്ലതായിരിക്കും. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയായത്. അപ്പം എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം ഭയങ്കര സംഭവമാണ്. കിടിൽ വസ്കി. അപ്പം ഞാൻ നോക്കട്ടെ, എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. ഓക്കെ, വീണ്ടും വരാം.